Hello. Good morning from AB Tales. So basically, ഇതൊരു ഡേ ഇൻ മൈ ലൈഫ്, അല്ലല്ലോ, ഡേ ഇൻ അവർ ലൈഫ്സ്, ഡേ ഇൻ അവർ ലൈഫ്. ഇതൊന്നും ശീലമില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ പൊട്ടത്തരം വായി വരുന്നു. സോ ഒരു ഡേ ഇൻ അവർ ലൈഫ് പ്രഗ്നൻസി എഡിഷൻ ആണിത്. എസ്പെഷ്യലി തേർഡ് ട്രൈമസ്റ്റർ, ബിക്കോസ് നൗ I am in my 29th week officially. അപ്പം തേർഡ് ട്രൈമസ്റ്റർ ടയറിങ് ആണല്ലോ. അപ്പം ആക്ച്വലി ഫസ്റ്റും തേർഡും ആണ് ഏറ്റവും ടയറിങ്. ഫസ്റ്റിൽ ഭയങ്കര ക്ഷീണമുണ്ട്, ചിലർക്ക് നോഷിയ, വോമിറ്റിംഗ് ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ടയർഡ്നെസ്സും അത്രയും ഉണ്ട്. പക്ഷെ തേർഡിലാവുമ്പം ടയർഡ്നെസ്സിൻ്റെ പ്രോ മാക്സ് ലെവലാണ്. സോ പക്ഷെ ദൈവം സഹായിച്ച് എങ്ങനെയൊക്കെയോ നന്നായിട്ട് പോന്നു. വേദനകളൊക്കെ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഇന്ന് ഞാൻ ഓർത്തു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ബിക്കോസ് ഇന്ന് എൻ്റെ ഗൈനക്കോളജി അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതിന്റെ മുന്നേ എനിക്ക് വേറൊരു ഹോസ്പിറ്റലിൽ പോകണം ഫോർ POIC. അതൊക്കെ ഞാൻ പയ്യെ പറയാം. അപ്പം ഇന്ന് കുറച്ച് ഓട്ടപരിപാടിയൊക്കെ ഉണ്ട്, അജൻഡാസ് ഉണ്ട്. സോ കണ്ടോ, ഇപ്പോഴും ഫയർ വർക്ക്. ഇവർക്ക് വട്ടാന്നേ, ഞാൻ എന്നാ പറയാൻ, ഇങ്ങ് പൊട്ടിച്ചോണ്ടിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇന്നത്തെ ഒരു പരിപാടി സ്ലോ ആണോ ഫാസ്റ്റ് ആയിട്ട് പോവുമോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഞാൻ കാണിക്കാം. ഞാൻ ഓർത്തു ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന്. അപ്പം വെൽക്കം ടു AB Tales. എബിൻ എവിടെയാന്നല്ലേ അന്വേഷിക്കുന്നത്. എബിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. ബിക്കോസ് എബിൻ രാവിലെ 4:30 എണീറ്റ് പോയി. എബിന്റെ ഇന്ന് സ്റ്റോക്ക് ടേക്ക് ഉണ്ട്. അതിന്റെ ഒരു രംഗം കാണിച്ചു തരാം, ഒരു ഗ്ലിംസ്. ഓക്കെ, ബൈ. സോ ഞാൻ പെട്ടെന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. സോ ദിസ് ഇസ് എൻ്റെ ഒരു മിൽക്ക് ടീ. ഓക്കെ, എൻ്റെ വീടൊക്കെ അലങ്കോലമായിട്ട് കിടക്കുമല്ലേ, ഭയങ്കര റോയാണ്. പിന്നെ എല്ലാ യൂട്യൂബേഴ്സിന്റെ വീട് പിന്നെ ഭയങ്കര സെറ്റപ്പായിട്ടിരിക്കും. ഇറ്റ്സ് നോട്ട് നെസസറി. നമ്മൾ വീടാകുമ്പം ഇറ്റ് ലുക്സ് മെസ്സി, അതുപോട്ടെ. അപ്പൊ അത് ചായ വിത്ത് സം എഗ്സ്. പണ്ട് ഞാൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ മൊത്തം ഞാൻ ബോയിൽഡ് എഗ്സ് ആയിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എനിക്ക് ബോയിൽഡ് എഗ്സ് കുറെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യേണ്ട വന്നു. ആൻഡ് പിന്നെ അവിടെ അങ്ങനെ ചൂടാക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്തപ്പം ഞാനിങ്ങനെ തണുത്ത മുട്ട ഞാൻ ചൂടുവെള്ളത്തിൽ എങ്ങനെയൊക്കെയോ ചൂടാക്കാൻ നോക്കിയിട്ട് ഞാനത് കഴിക്കുമായിരുന്നു. അതേ പിന്നെ എനിക്ക് ബോയിൽഡ് എഗ്സ് കഴിക്കാൻ ഇതുവരെ തോന്നിയിട്ടില്ല, ലൈക്ക് ആ തേർഡ് മന്ത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എങ്ങനെയും ഐദർ ഓംലെറ്റ് ഓർ ജസ്റ്റ് ഇങ്ങനെ സ്ക്രാമ്പിൾഡ് പോലെയാണ് ഞാൻ ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ആക്ച്വലി ചായ ഐ എം നോട്ട് സപ്പോസ് ടു ഹാവ് ഇറ്റ്, ബിക്കോസ് എന്നോട് പറഞ്ഞേക്കുന്നത് ഹാവ് സം കാർബ്സ് വിത്ത് പ്രോട്ടീൻ. അപ്പൊ കാർബ്സ് അവർ ഉദ്ദേശിക്കുന്നത് സവർഡോ ബ്രെഡ് അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ബ്രെഡാണ്. പക്ഷെ എനിക്ക് ഇച്ചിരി ചായ വേണം എപ്പോഴും. അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് എ ഗുഡ് ചായ. ഞാൻ നല്ല ഗുഡ് ചായ ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ഇത് ലെസ്, കുറച്ച് മോർ വാട്ടർ, കുറച്ച് മിൽക്ക്, വിതൗട്ട് ഷുഗർ, ഇങ്ങനെയാണ് ഞാനിപ്പം കുടിക്കുന്നത്. സോ ദാറ്റ് എൻ്റെ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ആവാതിരിക്കാൻ. വിതൗട്ട് ഷുഗർ ഞാനിപ്പം കുറച്ച് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുവാണ്. ഐ തിങ്ക് ഒരു 1 വീക്ക് ആയതേ ഉള്ളൂ. ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. അതിനെക്കാട്ടും ബെറ്റർ ഞാൻ ചായ കുടിക്കാതിരിക്കുന്നതാണ്. ബട്ട് കാൺട്ട് ഹെൽപ്പ്. 2-3 മാസമല്ലേ ഉള്ളൂ നോർത്തിട്ട് I'm just having the same breakfast for every single day. Very boring. എനിക്ക് ഫുഡ് ഡിപ്രഷൻ ആണ് ഫുൾ പ്രഗ്നൻസിയിൽ വന്നിട്ടുള്ളത്. സോ ഐ തിങ്ക് യു ക്യാൻ ഇമാജിൻ ഹൗ ബോറിംഗ് ഇറ്റ് ഇസ്. സോ എനിവേസ് ഞാൻ പെട്ടെന്നൊന്ന് കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ പിന്നെ വിശേഷം പറയാം. എനിക്ക് തോന്നുന്നു ഇത് ബൾക്കി റിഫ്യൂസ് കൊണ്ടുപോകുന്ന ദിവസമാണ്. ഐ ഡോണ്ട് നോ കറക്റ്റായിട്ട്. ഞങ്ങളുടെ നെയ്ബർ വരുന്നു. ഗുഡ് മോർണിംഗ്. ഹലോ ഞാനിവിടെ ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കാനല്ല വന്നത്.
അങ്ങനെ കാണിക്കാൻ മാത്രം ഗെറ്റ് റെഡി ഒന്നും ആവുന്നില്ല. ജസ്റ്റ് ഞാനൊരു സംഭവം കാണിക്കാനായിരുന്നു. ഔട്ട്ഫിറ്റ് കാണിക്കാനും അല്ല, ഡോണ്ട് വറി. ഞാനിപ്പം ഭയങ്കര ഊളിയായിട്ട് നടക്കുന്നതാണ്. ബിക്കോസ് ഇപ്പം എനിക്ക് തോന്നാറുണ്ട് എന്നെ ഇട്ടാലും അല്ല, ഞാൻ അഫർമേഷൻ പറയുന്ന പോലെ ഐ ലുക്ക് ബ്യൂട്ടിഫുൾ, ബേബി യു ലുക്ക് ബ്യൂട്ടിഫുൾ, ബേബി യു ആർ അമേസിങ്, യു ലുക്ക് ഗുഡ്, ആരെന്നാ പറഞ്ഞാലും മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയും. ബട്ട് സംടൈംസ് നമ്മൾ എന്നെ ഇട്ടാലും നമുക്ക് തോന്നും ഇതെന്നാ കോലവാ, മുടി എന്നാ കോലവാ, ഈ ഡ്രസ്സ് എന്താവൊന്നും മാച്ച് ആവാത്ത, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. സോ ദാറ്റ് ഈസ് പ്രഗ്നൻസി ഹോർമോൺസ് ഐ ബിലീവ്. സോ ഇറ്റ്സ് ഓക്കെ. സോ ഞാൻ ജസ്റ്റ് ഔട്ട്ഫിറ്റ് കാണിക്കാനല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ഇടുന്ന പാൻസ് കാണിക്കാനാണ് ഞാൻ വന്നത്. സോ ഇപ്പം ഐ ഡോണ്ട് നോ, ഞാനിപ്പം ഈ പ്രഗ്നൻസി ആയ പിന്നെ ഐ ആം മോർ ഇൻ ടു ഷർട്ട്സ്. അങ്ങനെ ഞാനൊരു ഷർട്ട് ഫാൻ അല്ല. എനിക്ക് ഷർട്ട് ഇടുമ്പോൾ എനിക്കങ്ങനെ ചേരത്തില്ലെന്നായിരുന്നു എൻ്റെ വിചാരം. ഐ ഡോണ്ട് നോ. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ ഷർട്ട്സ് ആണ് ഇടുന്നത് ബിക്കോസ് ദേ ആർ മോർ കംഫർട്ടബിൾ. പക്ഷേ ഐ എം ടോക്കിംഗ് അബൌട്ട് ദീസ് പാൻസ്, യു നോ, these pants, because these are maternity pants. ഇത് കണ്ടോ, ഒരു കങ്കാറു പൗച്ച് പോലെ നമുക്ക് എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് പോലെ ഉണ്ട്. സോ ദിസ് ഈസ് വെരി നൈസ് ടു ഹോൾഡ്, നമ്മുടെ ബെല്ലി ഹോൾഡ് ചെയ്യാൻ നല്ലതാണ്. നമ്മൾ നടക്കുമ്പോഴൊക്കെ ഒരു സപ്പോർട്ട് പോലെ ഉണ്ട്. സോ ദിസ് ഈസ് റിയലി നൈസ്. അപ്പോൾ ആര് പ്രഗ്നൻ്റ് ആയാലും ഐ ഓഫ് കോഴ്സ് ഐ നോ നിങ്ങൾക്കിതറിയാം, ബട്ട് സ്റ്റിൽ ഐ സജസ്റ്റ് ടു ബൈ ദിസ് പ്രഗ്നൻസി പാൻസ്, ദിസ് മെറ്റേണിറ്റി പാൻസ്. നല്ല നടക്കുമ്പോഴൊക്കെ നിങ്ങൾക്കിവിടെ ഇങ്ങനെ ബെല്ലി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് തോന്നത്തില്ല. ഇറ്റ് ഗീവ്സ് എ ഗുഡ് സപ്പോർട്ട്. സോ ദീസ് ആർ ദ പാൻസ് ആൻഡ് ഇറ്റ് ലുക്സ് ക്യൂട്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പറയാൻ വേണ്ടി വന്നാ. ഓക്കെ, സി യു ലേറ്റായി പോട്ടെ. ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അധികം നടക്കേണ്ട ആവശ്യമില്ല, അങ്ങ് സെൻറ്റ് ലൂക്സിൻ്റെ പഠിക്കാൻ വന്നെത്തും. ഹലോ, ഇൻ കേസ് നിങ്ങൾ മൊസ്റ്റേന്ന് വരുവാണെങ്കിൽ 47 ഒക്കെ പിടിച്ച് വരുന്നതാണ് ബെറ്റർ. ബിക്കോസ് അതാകുമ്പോൾ ഇവിടെ ഈ സാൻ SANLUQA സൈലൻ്റാണ്. ഓക്കെ, സോ സാൻ ലൂവയിൽ നിങ്ങളെ എത്തിക്കും. അപ്പോൾ അതാകുമ്പം ഹോസ്പിറ്റലിൻ്റെ ഡോർ സ്റ്റെപ്പ് ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തും. ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു പ്ലാനിലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ നെഷാറിൽ ഒരു ആക്സിഡൻ്റ് ആയി, അങ്ങനെ കുറേ ചടങ്ങായി. സോ ഞാൻ മോസ്റ്റേ പോയി അവിടുന്ന് 42 പിടിച്ചിട്ട് മൈലൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ഒരു 122 ബസ് പിടിച്ചു. സോ അതും ഒരു ഗുഡ് ഓപ്ഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് 48 ഒക്കെ പിടിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ മറ്റേ പിയറ്റയിൽ ഇറങ്ങിയിട്ട് പിന്നെ എന്തോ ഭയങ്കര 12 മിനിറ്റ്സ് വാക്ക് ഉണ്ട്. അതൊരു മല ഇൻ ദ സെൻസ് ഒരു കയറ്റമൊക്കെ കയറി പോകണമെന്നാണ് എന്നോട് പണ്ട് എബിൻ പറഞ്ഞായിരുന്നു. എബിൻ പണ്ട് എൻ്റെ POYCക്ക് പോയപ്പോൾ അങ്ങനെ പോയി. പിന്നെ ഞാൻ വന്നപ്പം ഞാനിവിടെ സെൻറ്റ് ലൂക്സിൽ വന്നത് ഞാൻ ഈ പറഞ്ഞ റൂട്ടും അങ്ങനെയാണ് ഫോളോ ചെയ്തത്. സോ എനിക്കറിയായിരുന്നു. ബേസിക്കലി POYC എന്ന് പറയുമ്പോൾ ഫാർമസി ഓഫ് യുവർ ചോയ്സ് ആണ്. അവിടെ നിന്ന് നമുക്ക് ഫ്രീ മെഡിസിൻസ് കിട്ടും ചില അസുഖങ്ങൾക്ക് വേണ്ടി. ഫോർ എക്സാമ്പിൾ ക്രോണിക് ഡിസീസ് ഒക്കെയാണ്. ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ്, type 1, type 2, ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. ഇതെനിക്കറിയാം. ബാക്കി അസുഖങ്ങളെ പറ്റി എനിക്കറിയത്തില്ല. എനിക്കറിയാമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എഴുതി കാണിക്കാം. പക്ഷേ ഇപ്പം എനിക്ക് ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ടിങ് മുതലേ POYC വഴി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ POYCയുടെ കാര്യം മനസ്സിലായല്ലോ, അത് പറയാനായിരുന്നു ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ആ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ ഗൈനക്കോളജി അപ്പോയിൻമെൻറ്റ് മാറ്റോലി ഹോസ്പിറ്റലിലായിരുന്നു. സോ അവിടെ ഞാൻ പ്രത്യേകിച്ച് വീഡിയോസൊന്നും എടുക്കാറില്ല. അപ്പോൾ എൻ്റെ റാൻഡം തോട്ട്സുള്ള റാൻഡം ഡേ കണ്ടതിനായി നന്ദി. ചാവ് ചാവ്.